പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ജൂൺ 1 തീയതിയിലെ വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്തിടാനായിട്ട് കുറച്ച് ലേറ്റായി, എന്നോട് ക്ഷമിക്കണേ. അപ്പോൾ രാവിലെ തന്നെ അച്ചിക്കുട്ടന് സ്കൂളിൽ വിടണ്ടേ, ഇനി പഴയതുപോലെയൊന്നും പറ്റില്ലല്ലോ, ഒന്ന് രാവിലെയൊക്കെ എഴുന്നേക്കണ്ടേ. അങ്ങനെ രാവിലെ എഴുന്നേറ്റു. പിന്നെ നേരെ കിച്ചണിലോട്ട് വന്നു, പാലൊക്കെ എടുത്ത് ചായ ഇടാൻ പോവാണ്. അപ്പോൾ ഇന്ന് അച്ചിക്കുട്ടന് ഉച്ച വരെയുള്ളൂ കേട്ടോ ആദ്യത്തെ ദിവസം. അത് കഴിയുമ്പോൾ പിന്നെ വൈകിട്ട് വരെയുണ്ട്. അങ്ങനെ ചായക്ക് അവിടെ പാത്രമൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി ചായ ഇടാമെന്ന് വെച്ചു. ഈ സമയത്ത് ആരും എഴുന്നേറ്റിട്ടില്ല. അമ്മ എഴുന്നേറ്റു, അമ്മ അമ്പലത്തിൽ പോയേക്കും കേട്ടോ. അങ്ങനെ ഞാൻ ചായ ഇടുവാണ്. പുറത്ത് നല്ല മഴയുണ്ട്. 1 തീയതി ആകുമ്പോൾ തന്നെ സ്കൂൾ തുറക്കണ സമയത്ത് മഴയും കൂടെ ആകുമ്പോൾ പിള്ളേർക്ക് ചെറിയൊരു മടിയൊക്കെ കാണുമല്ലേ. അച്ചിക്കുട്ടൻ പിന്നെ സൈക്കിളിന് പോണത് കൊണ്ട് അവന് വലിയ മടിയൊന്നുമില്ല കേട്ടോ. അച്ചിക്കുട്ടൻ ഇപ്പോൾ 7 കഴിഞ്ഞ കൊല്ലമേ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് സ്കൂൾ ബസ്സിൽ പോകത്തില്ല, സൈക്കിളിനെ പോകുള്ളൂന്ന്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫ്രണ്ട്സും കൂടി ഉള്ള കാരണം പിന്നെ കുഴപ്പമില്ല, അവരൊരുമിച്ച് പോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാവിലെ ചായയൊക്കെ വയ്ക്കുവാണ്. അങ്ങനെ ചായ റെഡിയായിട്ട് വേണം ഇനി ബാക്കി പരിപാടികൾ നോക്കാൻ. ചായ രാവിലെ നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ചില്ലെങ്കിൽ ആ ദിവസം നമ്മുടെ പോക്കാണ് കേട്ടോ. പിന്നെ എഴുന്നേൽക്കണേലും കുറച്ച് നേരത്തെയും കൂടെ എഴുന്നേൽക്കണ കാരണം തീർന്നു. അങ്ങനെ രാവിലെ കടലക്കറി അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ കടലക്കറിയും പുട്ടുമാണ് കേട്ടോ. അപ്പോൾ കടലക്കറി കുക്കറിൽ വേഗം ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് വിസിലടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ റെഡി ആയപ്പോൾ ഞാൻ പോയി ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഈ സമയത്ത് ആരും എഴുന്നേറ്റിട്ടില്ല. പിന്നെ പുറത്ത് നല്ല മഴയാണ്, അമ്മ വന്നിട്ടുമില്ല കേട്ടോ. അമ്മ വന്നു കഴിയുമ്പോഴായിരിക്കും അമ്മ ചായ കുടിക്കുന്നത്. അങ്ങനെ പുട്ടിന് നനച്ച് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ചായ കുടിക്കാനായിട്ട് പോയത്. അപ്പോഴത്തേക്കും പുട്ടൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മിയെടുത്ത്, പിന്നെ അമ്മക്ക് നല്ലപോലെ തേങ്ങ ഇടണം കേട്ടോ പുട്ടിന്. അങ്ങനെ പുട്ട് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പുട്ടിൻ്റെ ചില്ല് ഇപ്പം ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെച്ചാൽ ചില സമയം മറന്നു പോകും എവിടെയാണ് വെച്ചതെന്ന്. അങ്ങനെ അത് നോക്കിയെടുക്കുമായിരുന്നു. അങ്ങനെ ചില്ലൊക്കെ എടുത്തു. പിന്നെ പെട്ടെന്ന് തന്നെ പിന്നെ രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണത് കുറച്ചും കൂടി ഞാൻ നോക്കിയിട്ട് ഉപകാരപ്പെടും. എന്താണെന്ന് വെച്ചാൽ കുറേ സമയം നമ്മൾ ഓരോന്നും കാണാതെ പോകുമ്പോൾ നോക്കി നടക്കുമല്ലോ. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒന്നേന്ന് തുടങ്ങണമല്ലോ. എന്താണെന്ന് വെച്ചാൽ 2 മാസം നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് അടിച്ചു പൊളിച്ചൊക്കെ ഇരുന്നേച്ചതാണല്ലോ. ഇനിയിപ്പോൾ എന്തായാലും പഴയ തട്ട് തന്നെ വരണം. രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ വിടണം. അങ്ങനെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു സമാധാനം ആവുള്ളൂ. അങ്ങനെ പുട്ടൊക്കെ റെഡിയാക്കുവാണ്. പിന്നെ അച്ചിക്കുട്ടനെ പിന്നെ പുട്ടും കടലയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മാക്സിമം ഞാൻ ചോറ് കൊടുത്ത് വിടാൻ ശ്രമിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ വർഷം. പക്ഷേ കല്ലുമോളുടെ ഒരു കാര്യം കൊണ്ട് ഓർക്കുമ്പോൾ കല്ലുമോൾ ഇപ്പോൾ എൻ്റെ ഒപ്പം എഴുന്നേറ്റിട്ടില്ല. പക്ഷേ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ആൾ എഴുന്നേറ്റ് പോരും. അങ്ങനെ പുട്ടിന് അവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഞാൻ അച്ചിക്കുട്ടനെ എല്ലാം റെഡിയാക്കി സ്കൂളിൽ വിട്ടിട്ടേ ഉള്ളൂ കേട്ടോ റെഡിയാക്കുള്ളൂ. അങ്ങനെ അച്ചിക്കുട്ടനെ കൊണ്ടുപോകേണ്ട ലഞ്ച് ബോക്സും എല്ലാം എടുത്ത് അച്ചിക്കുട്ടൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറയുവാണ്. അച്ചിക്കുട്ടന് പുതിയ യൂണിഫോം കിട്ടിയിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ഒരാഴ്ച അവർക്ക് കളർ ഇടാവുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ കളർ ഇട്ടോട്ടെ, കുഴപ്പമില്ല. ഈ പ്രാവശ്യം അവർക്ക് യൂണിഫോമൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ജോഡി നമുക്ക് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് നോക്കി അടുത്തത് തയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്ചിക്കുട്ടന് സ്കൂളിൽ വിടുവാണേ. അച്ചിക്കുട്ടൻ അങ്ങനെ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അമ്പുക്കുട്ടനെയും കൂടി വിടാനുണ്ട് അംഗനവാടിയിൽ. പിന്നെ അമ്പുക്കുട്ടനെ വിടേണ്ട സമയം എന്ന് പറഞ്ഞാൽ 10 മണി കഴിയുമ്പോൾ പോയാൽ മതി കേട്ടോ. അങ്ങനെ കല്ലുമോളും ഞാനും അമ്പുക്കുട്ടനും ഉള്ളൂ. പിന്നെ അമ്മയും നിമോശനും കൂടി അത്യാവശ്യമായിട്ടൊന്ന് പുറത്തോട്ട് പോയേക്കുവാണ്. അപ്പോൾ ഞാൻ പറയണതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ അമ്പുക്കുട്ടൻ കിടന്ന് ഒച്ചയെടുക്കാനുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഫുള്ളായിട്ട് വോയിസ് കൊടുത്തത്. പിന്നെ കല്ലുമോളുടെ ഉറക്കം അങ്ങ് തീർന്നിട്ടില്ല, എന്നാലും ചെറിയൊരു വാശി കാണിച്ച് നിൽക്കുവാണേ. അമ്പുക്കുട്ടന് ഇപ്പോൾ ചെറിയൊരു മടിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാനങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സമയം ഇനിയിപ്പോൾ പോകണ കണക്ക് തോന്നും. എന്താണെന്ന് വെച്ചാൽ അമ്പൂനെയും കൂടി കൊണ്ടാക്കണമല്ലോ. അങ്ങനെ അമ്പുക്കുട്ടനെ എല്ലാം ആക്കിയിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഞാൻ വന്ന സമയത്ത് അമ്മയും നിമോശനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്ന മീനാണിത്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രിയാണ്, അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കേൾക്കുന്നവർ ബോറടിക്കണ്ട. ഞാനപ്പോൾ പെട്ടെന്ന് തന്നെ മീനൊക്കെ എടുത്ത് വറുക്കാനായിട്ടിട്ട്, ഇത് കിളിമീനാണ് മേടിച്ചത്. അപ്പോൾ കിളിമീനൊക്കെ വറുത്ത് ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കല്ലുമോൾ അവിടെ മുട്ടൻ കളിയാണ്. ആ സമയത്ത് നമ്മുടെ പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴ.
അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? മഴയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ ഇവിടെ 2-3 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ.